വെള്ളിക്കിണ്ണം നിറഞ്ഞു തങ്കത്താലം കവിഞ്ഞു ദൈവം നൽകിയ തിരുമധുരം കുഞ്ചപ്പാടം നിറഞ്ഞു പറ നിറഞ്ഞു കരകളിലഴകിൻ തുടിയുറഞ്ഞു കുഞ്ചപ്പാടം നിറഞ്ഞു പറ നിറഞ്ഞു കരകളിലഴകിൻ തുടിയുറഞ്ഞു വെള്ളിക്കിണ്ണം നിറഞ്ഞു തങ്കത്താലം കവിഞ്ഞു ദൈവം നൽകിയ തിരുമധുരം പലതുള്ളി പെരുവെള്ളം മന്ദാരപ്പൂങ്കടവത്ത് കളിവെള്ളം പലതുള്ളി പെരുവെള്ളം മന്ദാരപ്പൂങ്കടവത്ത് കളിവെള്ളം മഴയും വെയിലും തിരതുള്ളുമ്പോൾ പോലത്തെ തന്ത്രാനോ നല്ലോണം വെള്ളിക്കിണ്ണം നിറഞ്ഞു തങ്കത്താലം കവിഞ്ഞു ദൈവം നൽകിയ തിരുമധുരം അല്ലിമലക്കാവിലെ അരങ്ങൊരുങ്ങി കണിയൊരുങ്ങി മതിലകത്ത് അല്ലിമലക്കാവിലെ അരങ്ങൊരുങ്ങി മുറ്റത്തോ മുല്ലപ്പൂ മണമൊഴുകി കുടുംബത്തിലുണർന്നു സൗഭാഗ്യം വെള്ളിക്കിണ്ണം നിറഞ്ഞു തങ്കത്താലം കവിഞ്ഞു ദൈവം നൽകിയ തിരുമധുരം കുഞ്ചപ്പാടം നിറഞ്ഞു പറ നിറഞ്ഞു കരകളിലഴകിൻ തുടിയുറഞ്ഞു കുഞ്ചപ്പാടം നിറഞ്ഞു പറ നിറഞ്ഞു കരകളിലഴകിൻ തുടിയുറഞ്ഞു വെള്ളിക്കിണ്ണം നിറഞ്ഞു തങ്കത്താലം കവിഞ്ഞു ദൈവം നൽകിയ തിരുമധുരം വെള്ളിക്കിണ്ണം നിറഞ്ഞു തങ്കത്താലം കവിഞ്ഞു ദൈവം നൽകിയ തിരുമധുരം അമ്മേ മഹാമായെ രക്ഷിക്കണേ. താനിതുവരെ ഒരുങ്ങില്ലേ? ബ്രോക്കർ ആഫീസിൽ തന്നെ ഉണ്ടാവില്ലേ? എന്നാലൊരു സമയം പറഞ്ഞാൽ പാലിക്കണ്ടോ? വിവരം എന്താന്ന് ഞാനും കൂടി അറിയുന്നത് വിരോധമുണ്ടോ? അപ്പൊ താൻ വിവരം അങ്ങോട്ടൊന്നും പറഞ്ഞില്ലേ? ആണുങ്ങളുടെ തീരുമാനം പെണ്ണുങ്ങൾ അറിയണമെങ്കിൽ ചില സമയവും കാലമൊക്കെ ഉണ്ട്. അവിടെ ഇരിക്കുക, ഞാൻ വരുന്നു. എന്താ കാര്യം? ജയലക്ഷ്മിയുടെ ഒരു കാര്യത്തിനാ പോണതേ. അവളുടെ കേതൂർ ദശയും ദോഷഫലങ്ങളും ഒക്കെ ഇന്നലത്തോടെ തീർന്നൂലോ. ഈശ്വര, പെമ്മക്കള് പെരനിറഞ്ഞു നിൽക്കുകയാണെന്നുള്ള ബോധം ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിനുണ്ടായില്ലേ? ആർക്ക്? ഇവിടുത്തെ ഫസ്റ്റ് കാൻഡിഡേറ്റ് ആരാ? അയാൾക്ക് തന്നെ. പ്രദേശി ലക്ഷ്മിച്ചിക്ക് കല്യാണാലോചന. ഞാൻ അറിഞ്ഞു. ഭഗവതി, എന്റെ പ്രാർത്ഥന ഫലിച്ചു. അയ്യടാ, ആദ്യം വെല്ലിച്ചിട്ട് കഴിയും നോക്കട്ടെ, എന്നിട്ട് പോരെ ഈ വെപ്രാളം. വെപ്രാളമുണ്ട്. എന്റെ കൂടെ പഠിച്ച കുട്ടികളെല്ലാം ഒന്നൊഴിയാതെ കെട്ടി കുട്ടികളുമായി, മോളെ കുട്ടികളുമായി. ചേച്ചി വിഷമിക്കണ്ട, വല്യച്ചിട്ട് കഴിഞ്ഞ ഉടനെ പ്രവേശിച്ചിട്ട് തന്നെയാ. ഞാൻ കയറി ഓവർടേക്ക് ചെയ്യില്ല. നിന്നെ ഞാൻ ഓവർടേക്ക് ചെയ്യാൻ വിടുവോ? മോളെ എങ്ങനെ അറിഞ്ഞു? പരമേശ്വരൻ മാമനും അച്ഛനും കൂടി പോവാൻ പോവാ. എന്നാ വാ. ഉപരാഷ്ട്രപതി ശബരിമലയിൽ ദർശനം നടത്തും. ദൈവമേ,
അത് പറയണ്ടേ എന്താ ലക്ഷ്മി ചേച്ചിക്ക് പയ്യനെ കുറിച്ച് ഏതാണ്ടൊക്കെ പറയാനുണ്ട്. എന്തൊക്കെയാ ഡിമാൻഡ്സ് എന്ന് വെച്ചാ പറഞ്ഞോളൂ. പറയാം. കാഴ്ചക്ക് സുന്ദരനായിരിക്കും, ഏതാണ്ട് എന്നെ പോലെ. പിന്നെ സ്വഭാവം, സ്നേഹത്തോട് പെരുമാറാൻ അറിയണം, പ്രത്യേകിച്ച് ഭാര്യയോട്. ഉത്തരവ്. വിദ്യാഭ്യാസം വേണം കേട്ടോ. അല്ല സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറയാം. ജോലി അത് പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ. ഒരു ബാങ്ക് ഓഫീസർ അല്ലെങ്കിൽ ഒരു കോളേജ് ലെക്ചറർ. ഇവരൊരു അല്പസ്വല്പം താഴോട്ട് പോയാലും വിരോധമില്ല. പക്ഷേ ഞങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ഒപ്പം നിൽക്കുന്ന സ്ഥിരമായ വരുമാനമുള്ള ഒരു പയ്യനായിരിക്കണം. അല്ല ലക്ഷ്മിക്കുട്ടിയുടെ കാര്യത്തിനാണല്ലോ പോണത്. അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും പേഴ്സണാലിറ്റി മൊത്തം നോക്കണമെന്നുണ്ടോ? വേണം വേണം. ചേച്ചി ഡബിൾ ബെല്ലടിച്ചാലേ പഞ്ചറായ വണ്ടി പോലെ കിടക്കുന്ന ഞങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാനൊക്കൂ. മാത്രമല്ല ചേച്ചിയുടെ ചെക്കനെ ചൂണ്ടി വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡിമാൻഡ് വെക്കാൻ. അണ്ടർസ്റ്റാൻഡ്? അതിനൊന്നും തന്നെ ഇവിടുന്ന് കെട്ടിയെടുത്തോണേ. പരമേശ്വര എന്താ മടക്കത്തിൽ അപ്പുക്കണിയാരെ കണ്ടാ മുഹൂർത്തം കൂടി കുറിച്ച് വാങ്ങിച്ചോളൂ. തലയിരിക്കുമ്പോ വാലാടണ്ട. കൊട പോവാ പോവാ. വാ. എല്ലാം നിന്റെ ഭാഗ്യം പോലെ ഇരിക്കും. ശരിക്ക് പ്രാർത്ഥിച്ചോളൂ. അത് ശരി, പ്രാർത്ഥനയും പൂജയും ഇതുവരെ കഴിഞ്ഞില്ലേ? 5 പെണ്ണുങ്ങളുള്ള വീടാ. മനുഷ്യനുള്ള സ്കാപ്പിയർ അവിടെ ആരുമില്ലേ? പള്ളിയുറക്കം കഴിഞ്ഞ് അച്ഛന്റെ പുന്നാരി മോൻ ദേ എഴുന്നേറ്റു. അമ്മേ കാപ്പി കൊടുക്ക്. കാപ്പിയല്ല ബൂസ്റ്റ്. പൊടി പൊടി ബൂസ്റ്റ്. നീലഗിരിയുടെ സഖികളെ ജ്വാലാർമുഖികളെ സോറി കേട്ടോ. അതെ ഇതിന്റെ ഈ ജട്ടിങ് അളയിരിക്കുന്നുണ്ട്, അങ്ങനെ പറ്റിപ്പോയതാണ്. അപ്പൊ ന്യൂസ് കണക്ഷൻ ഉള്ളത് അറിയാൻ നെറ്റിപ്പോ പറ്റിയതാ. അതിരിക്കട്ടെ, ഏത് കോളേജാ പഠിക്കണേ? പറയാൻ മടിയുണ്ടോ? ഞങ്ങൾക്ക് യൂണിയനുള്ളതാണ്. എന്തെങ്കിലും കൊടുത്തു വിട്, അല്ലെങ്കിൽ അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കും. എന്താ ഇത്? ഭിക്ഷ. ഞാൻ ഭിക്ഷക്കാരനല്ല, കൊതുകിന് മരുന്നടിക്കാൻ വന്നതാ. ഐ ആം കമ്മിങ് ഫ്രം മുനിസിപ്പാലിറ്റി. ചേച്ചി, ഒരു മുനിസിപ്പാലിറ്റി കൊതുകിന് ഇഷ്ടപ്പെട്ട മരുന്നടിക്കാൻ വന്നിരിക്കുന്നു. നിക്കേട്ടോ. നിൽക്കൂ, ഏതായാലും കൊണ്ടുവന്നല്ലേ, മടക്കി കൊണ്ടുപോണ്ട. തന്നെ കൃഷ്ണ ഗുരുവായൂരപ്പ. ഇവിടെ ആരുമില്ലല്ലോ.